കോട്ടയം ജില്ലയിൽ നിരവധി ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രങ്ങളിലേക്ക് ഭക്തജനങ്ങൾ എത്തി തുടങ്ങിയിരുന്നു. കോട്ടയത്ത് നാഗമ്പട മഹാദേവ ക്ഷേത്രം, ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അതേപോലെ തന്നെ പാലാ എടപ്പാടി ആനന്ദ ഷൺമുഖ ക്ഷേത്രം, വേദഗിരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഞാനിപ്പോഴുള്ളത് കോട്ടയം പാമ്പാടി വെന്നിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊന്ന്, ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ നിന്നും തീർത്ഥജലം ഒഴുകിയെത്തുന്ന തീർത്ഥക്കുളത്തിലാണ് ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾക്ക് ശേഷം സ്നാനം നടത്താൻ കഴിയുക എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ നടത്താൻ കഴിയുമെങ്കിലും ഈ കർക്കിടക മാസത്തിലെ അമാവാസി നാളിൽ നിരവധി ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകളാണ് ഈ ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്തുന്നത്. തൊട്ടടുത്തായാണ് ബലിതർപ്പണ മണ്ഡപമുള്ളത്. അവിടെ ഇപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ പിന്നിലേക്ക് കാണാൻ കഴിയും, പിന്നിലേക്കും മുകളിലേക്കുമായി ആളുകളുടെ നീണ്ട നിരയുണ്ട്. ബലിതർപ്പണത്തിനായി കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പുതുപ്പള്ളി നിന്നാണ്. എല്ലാ വർഷവും ഇവിടെയാണോ ബലിതർപ്പണം? ഈ എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണത്തിനുള്ള അവസരമുണ്ട്, എന്നാൽ പോലും ധാരാളം ആളുകൾ എത്തുന്നു. എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ വർഷങ്ങളിലും ഇവിടെ തന്നെ വന്ന് ധാരാളം ആളുകൾ വരുന്ന ഒത്തിരി ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. നിരവധി ആളുകൾ എല്ലാ വർഷവും ഇവിടെ ഈ കർക്കിടക മാസത്തിലെ അമാവാസി നാളിൽ ബലിതർപ്പണത്തിനായി എത്തുന്നുണ്ട്. കുറച്ച് വരുന്നേ ചേർത്തല. അപ്പം ആലപ്പുഴ ജില്ലയിൽ നിന്നൊക്കെയാണ്, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തർ ഓരോ അമാവാസി നാളിലും, ഓരോ കർക്കിടക മാസത്തിലെ അമാവാസി നാളിലും ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾക്കായി എത്തുന്നതാണ്. ഇന്നും പുലർച്ചെ മുതൽ തന്നെ 4 മണിയോടുകൂടി ഇവിടെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇതിനോടകം ഇവിടെ എത്തി ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി മടങ്ങി. ഇനിയും ആളുകൾ കാത്തു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ്. ഇവിടെ ഒരു ഐതിഹ്യ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ശ്രീരാമ ലക്ഷ്മണന്മാർ വനവാസകാലത്ത് ഈ ക്ഷേത്രത്തിൽ ഈ സ്ഥലത്ത് എത്തിയിരുന്നു എന്നുള്ളതാണ്. പിന്നീടാണ് ഇവിടെ ക്ഷേത്രം നിർമ്മിച്ചത്. അതേപോലെ തന്നെ കപില മഹർഷി ഉൾപ്പെടെയുള്ള നിരവധി മഹർഷിമാർ ഇവിടെ തപസ് അനുഷ്ഠിച്ചിരുന്നു. അവരുടെ തപസ് മുടക്കുന്നതിന് വേണ്ടി അസുരന്മാർ ശ്രമിച്ചപ്പോൾ ശ്രീരാമൻ്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ അവരെയൊക്കെ തുരത്തി ഓടിച്ചു എന്നൊക്കെയുള്ളതാണ് ഐതിഹ്യം. അങ്ങനെ രാമായണ മാസവുമായി വളരെ ബന്ധവുമുണ്ട്, അല്ലെങ്കിൽ രാമായണ ചരിതവുമായി ഏറെ ബന്ധമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ്. ഇങ്ങനെ നിരവധി ആളുകൾ ഇപ്പോഴും ഇവിടെ ബലിതർപ്പണത്തിനായി എത്തുന്നു. ഓരോ വർഷത്തിൽ എല്ലാ ദിവസവും ഇവിടെ ബലിതർപ്പണത്തിന് അവസരമുണ്ട്. എന്നാൽ പോലും കർക്കിടക മാസത്തിലെ അമാവാസി നാളിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് ബലിതർപ്പണ ചടങ്ങുകൾക്കായി, പിതൃപൂജയ്ക്കായി എത്താറുണ്ട് എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതേപോലെ തന്നെ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂരും കോട്ടയത്തും പാലായിലുമൊക്കെ നിരവധി ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാഗമ്പട മഹാദേവ ക്ഷേത്രം, കോട്ടയം തിരുനക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, വേദഗിരി ധർമ്മശാസ്ത്ര ക്ഷേത്രം ഉൾപ്പെടെ നിരവധി ക്ഷേത്രങ്ങളിൽ ഇപ്പോഴും ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.